ഹലോ അസ്സലാമു അലൈക്കും. ടേസ്റ്റിലൊട്ടും പിറകിനുമല്ല, എന്നാൽ ഉണ്ടാക്കാൻ അതിലേറെ എളുപ്പവുമായ ഒരു അടിപൊളി മന്തി ഉണ്ടാക്കിയാലോ. ആദ്യം തന്നെ കഴുകി വൃത്തിയാക്കിയ ചിക്കൻ പീസ് എടുക്കുക. ഞങ്ങളുടെ ചെറിയ പീസ് ചിക്കനാണ് എടുത്തിട്ടുള്ളത്. സാധാരണ വലിയ പീസാണ് മന്തിക്ക് എടുക്കാറ്. പിന്നെ അതിലോട്ട് 2 ക്യാപ്സിക്കം, ഒരു വലിയ ഉള്ളി ചെറുതായി അരിഞ്ഞത് ഇടുക. അതോടൊപ്പം 3 മാഗി ക്യൂബ്സും ഇട്ട് കൊടുക്കുക. പിന്നെ ആവശ്യത്തിന് മന്തി മസാല ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ലുക്കിന് വേണ്ടി ഫുഡ് കളർ ആഡ് ചെയ്യുന്നുണ്ട്. ഇത് തികച്ചും ഓപ്ഷണലാണ് കേട്ടോ. ആവശ്യത്തിന് സൺഫ്ലവർ ഓയിലും 3 ഇല്ലി വെളുത്തുള്ളിയും പിന്നെ ഒരു പിടി പുതിനയില നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിനൊരു പ്രത്യേക ഫ്ലേവറാണ് കേട്ടോ. പിന്നെ കുറച്ച് സ്പൈസസ് ആണ് ഇടുന്നത്. ഒരു 10 ഏലക്ക, കുറച്ച് ഗ്രാമ്പൂ, 2 പച്ചമുളക്, പിന്നെ കുറച്ച് കുരുമുളക്, ഇതൊക്കെ ആഡ് ചെയ്ത് നന്നായി യോജിപ്പിക്കുക. എന്നിട്ട് അടുപ്പത്ത് വെച്ചിട്ട് ഒരു 10 മിനിറ്റ് മൂടി വെച്ച് വേവിക്കുക. ഞാനിവിടെ ബസ്മതി റൈസാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. സാധാരണ സെല്ല റൈസാണ് എടുക്കാറുള്ളത്, അതാണ് കുറച്ചും കൂടി ടേസ്റ്റ്. അപ്പോൾ അത് നമ്മൾ 1 മണിക്കൂറോളം വെള്ളത്തിലിട്ട് വെക്കണം. അപ്പോൾ നമ്മൾ ചിക്കൻ 10 മിനിറ്റിന് ശേഷം മൂടി തുറന്ന് വെച്ചൊന്ന് വേവിക്കുക. അപ്പോൾ നമ്മൾ ചിക്കൻ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ ഒരു പാകം. നമ്മൾ ചിക്കൻ്റെ വെള്ളമൊക്കെ ഒന്ന് വറ്റി എണ്ണ നല്ല തെളിഞ്ഞ് വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ റൈസിനുള്ള വെള്ളം ഇവിടെ തിളച്ച് വന്നിട്ടുണ്ട്. അതിലേക്ക് 3 ഏലക്ക, 2 പീസ് പട്ട, 3 ഗ്രാമ്പു ഇട്ട് കൊടുത്ത് പിന്നെ അരി ഒട്ടാതിരിക്കാൻ 2 സ്പൂണ് ഓയിൽ നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കല്ലുപ്പ് നമ്മൾ പാകത്തിന് ഇട്ട് കൊടുക്കാം. പിന്നെ അളവെന്ന് പറയുന്നത് നമ്മൾ കുറച്ച് വെള്ളത്തിനേക്കാൾ മുന്നിൽ നിൽക്കണം, അതാണ് കറക്റ്റ് പാകം. മുക്ക വേവായാലും നമുക്ക് ഊറ്റി വെക്കാം. ഇനി ദം സെക്ഷനാണ്. ചിക്കനൊക്കെ വേറെ പാത്രത്തിലോട്ടിട്ട് മാറ്റി വെക്കുക. കുറച്ച് മാത്രം ഓയിൽ ബാക്കി വെക്കുക. അതിലോട്ട് നമ്മൾ ഫസ്റ്റ് ലെയർ റൈസ് ഇട്ട് കൊടുത്ത് 3 നീണ്ട പച്ചമുളക് ഇങ്ങനെ കുത്തി വെച്ച് കൊടുക്കുക. അതിലോട്ട് റെഡ് കളർ ഒഴിച്ച് കൊടുക്കുക. പിന്നെ കുറച്ച് മന്തി മസാല നേരത്തെ നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അത് ആഡ് ചെയ്ത് സെക്കൻഡ് ലെയർ റൈസ് ഇട്ട് കൊടുക്കുക. പിന്നെ നേരത്തെ ചെയ്ത പോലെ തന്നെ കളറും മന്തി മസാലയും അതുപോലെ തന്നെ നമ്മൾ നെക്സ്റ്റ് ലെയറും സെറ്റാക്കാം. ഫുഡ് കളറും ഒഴിക്കുക. പിന്നെ ബാക്കിയുള്ള മസാല, മന്തി മസാല ഇട്ട് ബാക്കിയുള്ള മാറ്റി വെച്ച മസാല അത് നമുക്ക് എടുത്ത് ചാർക്കോൾ കത്തിച്ച് ദം ചെയ്യാം. പിന്നെ നമുക്കിനി ചാർക്കോൾ കത്തിക്കുക. ചാർക്കോൾ എന്ന് വെച്ചാൽ നമ്മൾ തീയിൻ്റെ കണ്ണിൽ ഇട്ടുകൊണ്ട് കുറച്ച് 2 സ്പൂൺ ഓയിൽ ഒഴിച്ചെടുത്തിട്ട് ദം ചെയ്യുക. സോ ഗായ്സ്, നമ്മൾ അടിപൊളി മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് ഫീഡ്ബാക്ക് പറയണം. നല്ല അടിപൊളി ടേസ്റ്റാണ്. എന്തായാലും ട്രൈ ചെയ്യണം, നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും.